പൂയം നക്ഷത്രത്തിൽ ജനിച്ചതുകൊണ്ട് മാത്രം പാദദോഷം ഉണ്ടായിരിക്കുകയില്ല. വളരെ കുറച്ചു പേർക്ക് ഈ പാദദോഷം അനുഭവത്തിൽ വരികയുള്ളൂ. പൂയം നക്ഷത്രത്തിൽ ജനിച്ചതുകൊണ്ട് മാത്രം ഒരിക്കലും ആ കുഞ്ഞിന് ഈ ദോഷം ബാധിക്കുന്നില്ല. ജ്യോതിഷ പണ്ഡിതനെ കൊണ്ട് നോക്കിച്ച് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ പാദദോഷം ഉണ്ടോ എന്ന് പറയുവാൻ കഴിയുകയുള്ളൂ. പൂയം നക്ഷത്രത്തിൻ്റെ മുഴുവൻ സമയവും ദോഷമില്ല. അതായത് ഒരു നക്ഷത്രം 60 നാഴികയാണ് ഏകദേശം ഉണ്ടാവാറുള്ളത്. 60 നാഴികയിൽ ചിലപ്പോൾ കുറവുണ്ടായിരിക്കും, മറ്റ് ചിലപ്പോൾ കൂടുതലുണ്ടായിരിക്കും. എന്നാലും സാമാന്യ രീതിയിൽ 60 നാഴികയായി കണക്കാക്കാവുന്നതാണ്. അതായത് 24 മണിക്കൂർ ആണ് ഒരു നക്ഷത്രം ഉള്ളത്. അങ്ങനെ 24 മണിക്കൂറുള്ള ഒരു നക്ഷത്രത്തെ 4ആയി വിഭജിച്ചാൽ ഇതിന് 4 പാദങ്ങളായി കണക്കാക്കാവുന്നതാണ്. അപ്പോൾ ഒരു പാദം 15 നാഴികയാണ് ഉള്ളത്. അത് മണിക്കൂറിൽ പറയുകയാണെങ്കിൽ 6 മണിക്കൂർ വീതമാണ് ഒരു പാദം ഉള്ളത്. ഇത് അല്പം കുറയാനും കൂടാനും സാധ്യതയുമുണ്ട്. ഇതിൽ ഓരോ പാദത്തിൽ ജനിച്ചാലും ഓരോ വ്യക്തികൾക്ക് എന്ന കണക്കിലാണ് പ്രമാണത്തിൽ ദോഷം പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ 6 മണിക്കൂറാണ് ഒന്നാം പാദം അല്ലെങ്കിൽ ഒന്നാം കാൽ എന്ന് പറയുന്നത്. രണ്ടാമത്തെ 6 മണിക്കൂർ രണ്ടാമത്തെ കാലാകുന്നു. മൂന്നാമത്തെ 6 മണിക്കൂർ മൂന്നാമത്തെ കാൽ. നാലാമത്തെ 6 മണിക്കൂറാണ് നാലാമത്തെ പാദം അല്ലെങ്കിൽ നാലാമത്തെ കാല് ആയി ഈ ഓരോ നക്ഷത്രത്തിന് കണക്കാക്കിയിരിക്കുന്നത്. ഈ ഓരോ കാലിലും മുഴുവൻ സമയവും ദോഷ സമയമായി കണക്കാക്കാൻ പറ്റുന്നതല്ല. അതായത് ആദ്യത്തെ 15 നാഴികയിൽ ജനിച്ച ആദ്യത്തെ 6 മണിക്കൂറിൽ ജനിച്ച ഒരു കുട്ടിക്ക് ആ 6 മണിക്കൂറും ദോഷ സമയമായി കണക്കാക്കാൻ പറ്റുന്നതല്ല. ആദ്യത്തെ 6 മണിക്കൂറിൻ്റെ ആദ്യത്തെ 1.5 മണിക്കൂർ, അതായത് ആദ്യത്തെ 3.25 നാഴികയാണ് ദോഷ സമയമായി പരിഗണിക്കുന്നത്. ഇതിൽ ഓരോ സമയത്തും ജനിക്കുന്ന, അതായത് ഓരോ പാദത്തിലെ ദോഷ സമയത്ത് ജനിക്കുന്ന കുട്ടിക്ക് ഓരോ പാദത്തിന് അടിസ്ഥാനമാക്കി ദോഷം ആർക്കൊക്കെയാണ് ബാധിക്കുന്നത് എന്ന് നോക്കാം. ദോഷം 1-ാം പാദം ജാതകന് തന്നെയാണ്. 2-ാം പാദം മാതാവിനാണ്. 3-ാം പാദം പിതാവിനും 4-ാമത്തെ പാദത്തിൻ്റെ ദോഷം അമ്മാവനും ആയിട്ടാണ് പ്രമാണത്തിൽ പറയുന്നത്. എന്നാലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഈ ദോഷ സമയത്ത് ജനിച്ചു എന്നതുകൊണ്ട് മാത്രം ഈ ദോഷം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. മറ്റ് പല ഘടകങ്ങളും ഇതിനെ ബാധിക്കുന്നുണ്ട്. ജനിച്ച ദിവസം, ജനിച്ച സമയത്തെ തിഥി, നക്ഷത്രബലം, ശുഭനക്ഷത്രങ്ങളുമായുള്ള യോഗം എന്നിങ്ങനെ പലതും നോക്കിയെങ്കിൽ മാത്രമേ ഈ ദോഷം ഉണ്ടോ എന്ന് മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. നക്ഷത്രം തുടങ്ങി ആദ്യ 1.5 മണിക്കൂർ, അതായത് ഒന്നാം കാലിലെ ആദ്യത്തെ 1.5 മണിക്കൂറാണ് ദോഷസമയം എന്ന് പറഞ്ഞുവല്ലോ. അതായത് 24 മണിക്കൂർ ഉള്ള ഒരു നക്ഷത്രത്തിൻ്റെ തുടങ്ങി ആദ്യത്തെ 1.5 മണിക്കൂർ 3.25 നാഴികയിൽ ജനിക്കുന്നവർക്ക് മാത്രമാണ് ഈ ദോഷം അനുഭവത്തിൽ വരിക. രണ്ടാമത്തെ കാലിലെ ദോഷം, അതായത് 2-ാം പാദത്തിലെ നക്ഷത്ര ദോഷം തുടങ്ങുന്നത് 2-ാം പാദം തുടങ്ങി ആദ്യത്തെ 1.5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമുള്ള പിന്നത്തെ 1.5 മണിക്കൂറിലാണ്. അതായത് നക്ഷത്രം തുടങ്ങി 6-ഉം 1.5-യും 7.5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം പിന്നീടുള്ള 1.5 മണിക്കൂറാണ് 2-ാം പാദത്തിലെ നക്ഷത്രദോഷം ഉണ്ടാകുന്നത്. അതായത് 7.5 മണിക്കൂർ മുതൽ 9 മണിക്കൂർ വരെയാണ് 2-ാം പാദത്തിലെ നക്ഷത്ര ദോഷമായി കണക്കാക്കാവുന്നത്. 3-ാമത്തെ പാദത്തിലെ നക്ഷത്രദോഷം, 3-ാമത്തെ നക്ഷത്രപാദത്തിലെ 1.5-യും 1.5-യും കഴിഞ്ഞ്, അതായത് 3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വരുന്ന 1.5 മണിക്കൂറിലാണ് നക്ഷത്രദോഷമുള്ളത്. മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ആദ്യത്തെ പാദമായ 6 മണിക്കൂറും 2-ാമത്തെ പാദമായ 6 മണിക്കൂറും അങ്ങനെ 12 മണിക്കൂർ കഴിഞ്ഞ്
വീണ്ടും 1.5 മണിക്കൂർ, അതായത് 3 മണിക്കൂർ, അങ്ങനെ ആകെ 15 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വരുന്ന 1.5 മണിക്കൂറിലാണ് ഈ നക്ഷത്രദോഷം ബാധിക്കുന്നത്. 24 മണിക്കൂർ ഉള്ള നക്ഷത്രത്തിൽ 15 മണിക്കൂർ മുതൽ 16.5 മണിക്കൂർ വരെയാണ് 3-ാം പാദത്തിലെ നക്ഷത്രദോഷം കണക്കാക്കുന്നത്. 4-ാം പാദത്തിലെ നക്ഷത്രദോഷം ആ നക്ഷത്രം തുടങ്ങി അവസാനത്തെ 1.5 മണിക്കൂർ ആണ്. അതായത് 4-ാം പാദത്തിലെ അവസാനത്തെ 1.5 മണിക്കൂർ ആണ് 4-ാം പാദ ദോഷമായി കണക്കാക്കുന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ 24 മണിക്കൂർ ഉള്ള ഒരു നക്ഷത്രത്തിന് 22.5 മണിക്കൂർ മുതൽ 24 മണിക്കൂർ വരെ ജനിക്കുന്ന ഒരു കുട്ടിക്കാണ് 4-ാം പാദത്തിലെ നക്ഷത്രദോഷം ഉണ്ടാവുക. ജനനം ദോഷസമയത്ത് ആയാൽ മാത്രം പോരാ, തിഥി പ്രതിപദം ആഴ്ച ബുധനാഴ്ചയും കർക്കടക ലഗ്നവും ഒത്തുചേർന്ന് വരികയും വേണം. എല്ലാറ്റിനും പുറമെ ഈ ദോഷം ബാധിക്കുന്ന വ്യക്തി, അതായത് അച്ഛനായാലും അമ്മാവനായാലും മാതാവായാലും ഇനി കുട്ടി തന്നെ ആയാലും ആ വ്യക്തിക്ക് ആ സമയത്ത് ദോഷമുണ്ടോ എന്നുകൂടി കണക്കാക്കേണ്ടതുണ്ട്. അവരുടെ ജാതകം പരിശോധിച്ച് ആ സമയത്ത് ദോഷസമയമാണോ എന്ന് പരിശോധിച്ചെങ്കിൽ മാത്രമേ ഈ ദോഷം അവരെ ബാധിക്കുന്നുള്ളൂ എന്നുകൂടി മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ.